ഭീകരവാദികൾ നമ്മുടെ വാതിൽപ്പടിയിൽ എത്തിക്കഴിഞ്ഞു എന്ന കടുത്ത യാഥാർത്ഥ്യമാണ് രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന അതീവ അപകടകരമായിട്ടുള്ള ഓൺലൈൻ ജിഹാദി ശൃംഖലയെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ വേട്ടയാടുന്നത്. രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ ആഭ്യന്തര ഭീഷണിയെ അടിച്ചമർത്താൻ 9 സംസ്ഥാനങ്ങളിലായി NIA നടത്തിയ മിന്നൽ നീക്കം ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കുള്ള ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ്. ഡൽഹി ഉൾപ്പെടെ രാജ്യത്തെ 20 കേന്ദ്രങ്ങളിലാണ് ബുധനാഴ്ച ഒരേ സമയം NIAയുടെ വമ്പൻ റെയ്ഡ് അരങ്ങേറിയത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ അക്രമാസക്തമായിട്ടുള്ള ജിഹാദ് നടത്തി രാജ്യത്ത് ഖിലാഫത്ത് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട ഭീകര ശൃംഖലകളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ നീക്കം. ഉത്തർപ്രദേശിലെ 5 സ്ഥലങ്ങളിലും ആന്ധ്രാപ്രദേശിലെ 4 കേന്ദ്രങ്ങളിലും മഹാരാഷ്ട്രയിൽ 3 ഡൽഹിയിൽ 2 റെയ്ഡ് നടന്നു. ഇതിനു പുറമെ ബീഹാർ, രാജസ്ഥാൻ, കർണാടക, ഗുജറാത്ത്, തെലങ്കാന, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലും NIA ഉദ്യോഗസ്ഥർ ഒരേ സമയം തന്നെ ഇരച്ചു കയറുകയായിരുന്നു. ഈ വർഷം മെയ് മാസത്തിൽ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ പോലീസിൽ നിന്ന് വിശാഖപട്ടണം NIA ബ്രാഞ്ച് ഏറ്റെടുത്ത കേസിലാണ് ഈ നിർണായകമായിട്ടുള്ള നടപടി. കഴിഞ്ഞ മാർച്ചിൽ മുഖ്യപ്രതിയായിട്ടുള്ള റഹമത്തുള്ള ഷെരീഫ് മുഹമ്മദിന്റെ വീട്ടിൽ നിന്ന് ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട രേഖകളും വസ്തുക്കളും പിടിച്ചെടുത്തതോടെയാണ് ഈ വലിയ ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നത്. ഐസിസ്, അൽ ഖ്വയ്ദ തുടങ്ങിയ ആഗോള ഭീകര സംഘടനകളുടെ വിനാശകരമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾ രാജ്യത്തെ നിരപരാധികളായിട്ടുള്ള യുവാക്കളിലേക്ക് കുത്തിവെക്കുകയായിരുന്നു ഈ സംഘത്തിന്റെ പ്രധാന രീതി. സോഷ്യൽ മീഡിയയും നിരോധിത ഇന്റർനെറ്റ് ഗ്രൂപ്പുകളും ഉപയോഗിച്ച് യുവാക്കളുടെ മനസ്സ് മാറ്റി അവരെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഇവർ ആകർഷിച്ചു. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും ഡിജിറ്റൽ തെളിവുകളുടെ സാങ്കേതിക വിശകലനത്തിൽ നിന്നുമാണ് 9 സംസ്ഥാനങ്ങളിലെ ഈ രഹസ്യ താവളങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. വിദേശത്തിരിക്കുന്ന തങ്ങളുടെ ഹാൻഡിലേഴ്സുമായിട്ട് പ്രതികൾ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായിട്ടും NIA കണ്ടെത്തിയിട്ടുണ്ട്. ബുധനാഴ്ച നടന്ന ഈ വിപുലമായിട്ടുള്ള തിരച്ചിലിൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളാണ് പിടിച്ചെടുത്തത്. ഈ ഭീകര ശൃംഖലയുടെ ആഴം കണ്ടെത്താൻ പിടിച്ചെടുത്ത ഉപകരണങ്ങളെല്ലാം ഇപ്പോൾ കടുത്ത ഫോറൻസിക് പരിശോധനകൾക്ക് വിധേയമാക്കുകയാണ്. നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്റർനെറ്റിലൂടെ എങ്ങനെ ബ്രെയിൻ വാഷിങ്ങിന് ഇരയാകുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവാണ് ഈ കേസ്. എന്നാൽ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അദൃശ്യമായിട്ടുള്ള ശത്രുക്കൾ എവിടെ ഒളിച്ചിരുന്നാലും, ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ സദാ സന്നദ്ധരാണെന്ന് ഈ മിന്നൽ പരിശോധനകൾ തെളിയിക്കുന്നു. ഓൺലൈൻ ലോകത്തെ ഇത്തരം കെണികളെ കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വലിയ ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്